നമ്മുടെ അടുത്ത ടോപ്പിക്ക് ഡൊമൈൻ നെയിം സിസ്റ്റം ആണ്. ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ സിലബസിലെ 4th മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ബാക്കി എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡൊമൈൻ നെയിം സിസ്റ്റം നമുക്കറിയാം. ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ് നമ്മളൊരു പേര് കൊടുക്കും, ആ പേര് നമ്മൾ ഡൊമൈൻ നെയിം എന്നാണ് പറയുന്നത്. ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പം പേരുകളായതുകൊണ്ടാണ് നമ്മൾ വെബ്സൈറ്റിന് പേര് കൊടുക്കുന്നത്. ഫേസ്ബുക്ക് അല്ലെങ്കിൽ ജിമെയിൽ, ഗൂഗിൾ എന്നൊക്കെ പേര് കൊടുക്കുന്നത് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായതുകൊണ്ടാണ്. പക്ഷേ കമ്പ്യൂട്ടറിൻ്റെ ടേംസിൽ അതിന് റിസോൾവ് ചെയ്യാൻ എളുപ്പം നമ്പർ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് IP അഡ്രസ്സ് ഉള്ളത്. അപ്പോൾ ഈ പേരിന് കറസ്പോണ്ടിങ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു റോൾ നമ്പർ ഉള്ളതുപോലെ റോൾ നമ്പർ ടു പേര് മാപ്പിംഗ് ഉണ്ടല്ലോ. റോൾ നമ്പർ 23 എന്ന് പറഞ്ഞാൽ അത് ഒരാളായിരിക്കും എന്ന് പറഞ്ഞ പോലെ മാപ്പിംഗ് നടത്തുന്ന പോലെ ഈ IP അഡ്രസ്സും ഡൊമൈൻ നെയിമും തമ്മിൽ മാപ്പ് ചെയ്തിട്ടുണ്ട്. ആ മാപ്പിംഗ് അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെൻ്റ്, അത് ഓരോ പേര് കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സ് കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിക്കാണ്, ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനാണ് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് പറഞ്ഞേക്കുന്നത് മെഷീൻസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് IP, ന്യൂമറിക് അഡ്രസ്, വൈ പീപ്പിൾ ക്യാൻ റിമെമ്പർ ഓൺലി നെയിംസ്. നമുക്ക് നമ്പറുകൾ ഓർത്തിരിക്കാൻ പാടാണ്, അതുകൊണ്ട് നെയിംസ് ആണ്. വെൻ IP അഡ്രസ്സസ് ആർ മാപ്പ് ടു സം നെയിംസ്, ദ ഹോൾ such information in the network are distributed among many computers. അപ്പം നമുക്കറിയാം, നമ്മളൊരു പുതിയ പേരിലൊരു സൈറ്റ് ക്രിയേറ്റ് ചെയ്താൽ അതിൻ്റെ IP അഡ്രസ്സ് എല്ലാവർക്കും കിട്ടണം. അത് ഓൾ ഓവർ ദ വേൾഡ്, നമുക്കിപ്പോൾ US-ലാണെങ്കിലും US-ലുള്ള സിസ്റ്റം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. എനി ഹോസ്റ്റ് ദാറ്റ് നീഡ്സ് മാപ്പിംഗ് ഫ്രം നെയിംസ് ടു IP അഡ്രസ് ക്യാൻ കോൺടാക്ട്. അപ്പം ഞാൻ ഒരു പുതിയൊരു സൈറ്റ് ഇപ്പോൾ SBT കേരള എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സ് കണ്ടുപിടിക്കാനായിട്ട് ഒരു സിസ്റ്റം നമുക്ക് വേണം. അപ്പോൾ ആ പേരും ആ ഡൊമൈൻ നെയിമും ആ ഡൊമൈൻ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേര് ഇന്നതാണെന്ന് എഴുതി വെച്ചേക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാവണം. ദിസ് മെത്തേഡ് ഈസ് കോൾഡ് ഡൊമൈൻ നെയിം സിസ്റ്റം. അതിന് പറയുന്ന പേരാണ് ഡൊമൈൻ നെയിം സിസ്റ്റം. എൻ്റെ കമ്പ്യൂട്ടർ, ഏത് കമ്പ്യൂട്ടറിലാണോ ഇപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും ക്ലാസ് ട്യൂട്ടറിൻ്റെ കയ്യിൽ നിങ്ങളുടെ റോൾ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേരുകൾ എഴുതി വെച്ചിട്ടുണ്ടാവും, ഒരു രജിസ്റ്ററിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ക്ലാസ് ട്യൂട്ടറുടെ ഇരിക്കുന്ന അത് നോക്കിയിട്ടാണ് ഓരോ റോൾ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇന്ന പേരാണ്, അല്ലെ രജിസ്റ്റർ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇന്ന പേരാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ കമ്പ്യൂട്ടറിലും ഈ സെർവറും IP അഡ്രസ്സും തമ്മിൽ മാപ്പ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ സിസ്റ്റത്തിന് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയും. എവിടെയാണോ അത് സേവ് ചെയ്ത് വെച്ചേക്കുന്നത് അതിന് ഡൊമൈൻ നെയിം സെർവർ എന്ന് പറയും. ഇനി നമ്മൾ ഓരോരുത്തരും ഇൻ്റർനെറ്റ് ഒരു ഹോസ്റ്റ് നെയിം ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഓരോരുത്തരും ഒരു DNS ക്ലയൻ്റ് ആണ്, ഡൊമൈൻ നെയിം സിസ്റ്റത്തിൻ്റെ ഒരു ക്ലയൻ്റ് ആണ്. കാരണം എന്താണ്, ഞാൻ svt.kerala.gov.in എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനൊരു ക്ലയൻ്റാണ്, ഞാനൊരു സെർവർ ആക്സസ് ചെയ്തിട്ട് അതിൻ്റെ IP അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ടാണ് പിന്നെ ആക്ച്വൽ സെർവറിലേക്ക് പോകുന്നത്. അപ്പോൾ ഡൊമൈൻ നെയിം സിസ്റ്റം കൺവേർട്സ് ഹ്യൂമൻ റീഡബിൾ ഡൊമൈൻ നെയിംസ് ഇൻറ്റു IP അഡ്രസ്. ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഡൊമൈൻ നെയിം സിസ്റ്റം വർക്ക് ചെയ്യുന്ന ഇങ്ങനെയാണ്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ ഒരു ഫയൽ ട്രാൻസ്ഫർ ക്ലയൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലയൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ FTP ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുകയാണ്. നമ്മുടെ കോളേജിൻ്റെ സൈറ്റിലേക്ക് ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം ഞാൻ ഗവൺമെൻറ് വുമൻസ് പോളിടെക്നിക് കോളേജ് എറണാകുളം എന്നും പറഞ്ഞ് സെർച്ച് ചെയ്തു. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഒരു DNS ക്ലയൻറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും. ഈ DNS ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്റ്റ് ഫയൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും സിസ്റ്റത്തിൽ ഒരു ഡൊമൈൻ നെയിം ക്ലയൻറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഡൊമൈൻ നെയിം ക്ലയൻറ്റ് ഇതുണ്ട്. ഞാൻ സാധാരണ ആക്സസ് ചെയ്യുന്ന ഇതിപ്പോൾ ഞാൻ നെറ്റിൽ നിന്ന് എടുത്ത ഒരെണ്ണമാണ്. അപ്പോൾ ആരുടെ കമ്പ്യൂട്ടറിലുള്ള ഒരെണ്ണത്തിൻ്റെ കോപ്പിയാണ്. ഇത് വിൻഡോസിലാണെങ്കിൽ ഇത് ഡയറക്റ്റ് കാണാൻ പറ്റുള്ളൂ. എൻ്റെ ലിനക്സ് മെഷീൻ ആയതുകൊണ്ട് ലിനക്സിൽ ഇത് ഡയറക്റ്റ് കാണാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വിൻഡോസിലുള്ള ഒരെണ്ണത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഓരോരുത്തരുടെയും കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഉണ്ടാവും. ഇത് കണ്ടില്ലേ, 127.0.0.1 എന്ന് പറഞ്ഞാൽ ലോക്കൽ ഹോസ്റ്റാണ്. 54.192.55.103 എന്ന് പറഞ്ഞാൽ യൂട്യൂബാണ്. അപ്പോൾ ഒരാൾ യൂട്യൂബിൽ നിന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നേരെ ഈ ഫയലിൽ വന്ന് നോക്കിയിട്ട് ഈ IP അഡ്രസ്സ് ആയിരിക്കും നെറ്റ്വർക്ക് ലെയർ ഹാൻഡിൽ ചെയ്യുന്നത്. നെറ്റ്വർക്ക് ലെയറിന് IP അഡ്രസ്സ് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം നെറ്റ്വർക്ക് ലെയർ ഈ ഇത് ആക്സസ് ചെയ്തിട്ട് youtube.com എന്ന് നിങ്ങൾ അടിച്ചു കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സ് ആയിരിക്കും പോകുന്നത്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ എൻ്റെ ഒരു ഡൊമൈൻ ഓക്കെ, ഇത്
ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ലെയറിൽ ഡൊമൈൻ നെയിം ക്ലയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ വെച്ച് വേറെ ഒരു നമ്മൾ അടിച്ചു കൊടുക്കുന്ന ഒരു വെബ്സൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് ഇവിടെ വെച്ച് തന്നെ കണ്ടുപിടിക്കും. ഇവൻ അറിയില്ല നമ്മൾ പുതുതായിട്ട് ആക്സസ് ചെയ്തത്. ഇപ്പോൾ SBT കേരള എന്ന് പറയുന്ന പുതിയ സൈറ്റാണ്, നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഇതുവരെ ആക്സസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും, ഒരു ഡൊമൈൻ നെയിം സെർവർ എന്ന് പറയുന്നത് ഒരു കോമൺ സെർവർ സിസ്റ്റം ഉണ്ടാവും. ഈ കോമൺ സെർവർ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിക്കും. ആ സെർവർ സിസ്റ്റത്തിലേക്ക് പോകും. അപ്പോൾ അവിടെ ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ IP അഡ്രസ്സിനും ഓരോ പേര് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ പേരിനനുസരിച്ചുള്ള റെസ്പോൺസ് തിരിച്ചു കൊടുക്കും. തിരിച്ചു കൊടുത്താൽ ഇവൻ എന്ത് ചെയ്യും, ഇവൻ നേരെ അത് ആപ്ലിക്കേഷൻ ലെയറിലേക്ക് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു കോപ്പി അവൻ സ്റ്റോർ ചെയ്ത് വെക്കും, പിന്നീട് ആരെങ്കിലും ചോദിച്ചാൽ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ. എപ്പോഴും സെർവറിൽ പോയി ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഫയലാണ് ഞാൻ ഈ കാണിച്ചത്. ഈ ഹോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫയൽ ലോക്കലി സേവ് ചെയ്ത് വെക്കുന്നത്. അത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അടുത്തത് ഡൊമൈൻ നെയിം സിസ്റ്റത്തിൽ ഒരു നെയിം സ്പേസ് ഉണ്ട്. നെയിം സ്പേസ് നമുക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പേര്, എനിക്കിപ്പോൾ facebook.com എന്നുള്ള പേരിൽ ഒരു സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് പറ്റത്തില്ല. കാരണം എന്താണ്, ഓൾറെഡി അത് ഒരാൾ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാണ് നമുക്കൊരു രജിസ്ട്രേഷൻ സിസ്റ്റം ഒക്കെ ഉള്ളത്. ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടെന്ന് നമ്മൾ ഇതിൽ പഠിച്ചതാണ്. അപ്പോൾ വെബ് പ്രോഗ്രാമിങ്ങിൽ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു സൈറ്റ് എനിക്ക് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു പേരിടണം. അപ്പോൾ ആ പേരിൽ വേറെ ആരും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എനിക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ കളക്ഷൻ ഓഫ് നെയിംസ് ആൻഡ് അഡ്രസ് എന്ന് പറയുന്ന പേരാണ് നെയിം സ്പേസ്. അതായത് ഓരോ പേരും ഉണ്ടാവും, ആ പേരിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു IP അഡ്രസ്സും ഉണ്ടാവും. അതിനെല്ലാത്തിനും കൂടെ കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് നെയിം സ്പേസ് എന്ന് പറയുന്നത്. ഈ നെയിം ഓർഗനൈസ് ചെയ്തേക്കുന്നത് ഫ്ലാറ്റ് ഓർ ഹൈറാർക്കിക്കൽ മോഡലിലായിരിക്കും. ഫ്ലാറ്റ് നെയിം സ്പേസ് എന്ന് പറഞ്ഞാൽ നെയിം ഈസ് അസൈൻ ടു ദ അഡ്രസ്. നെയിം അഡ്രസ്സിലേക്ക് അസൈൻ ചെയ്ത് വെക്കും ഡയറക്റ്റ് ആയിട്ട് 1 by 1. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ലാർജ് നമ്പർ ഓഫ് നെയിം സ്പേസ്. ഹൈറാർക്കിക്കൽ പറയുമ്പോൾ മറ്റേത് എന്താണെന്ന് മനസ്സിലാവും. ഈച്ച് നെയിം ഈസ് മെയ്ഡ് ഓഫ് സെവറൽ പാർട്സ്. ഇവിടെ കണ്ടോ, നമ്മൾ kerala.bsnl.co.in, www.indiana.edu. അതായത് I എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ ഡൊമെയിനാണ്, കോ എന്ന് പറഞ്ഞാൽ അതൊരു കമ്പനിയാണ്, BSNL എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സബ് ഡൊമെയിനാണ്, അതിനകത്ത് കേരള എന്ന് പറയുന്ന ഒരു സബ് ഡൊമെയിനാണ്. ഇതിപ്പോൾ ഹൈറാർക്കിക്കൽ മോഡലിലാണ് പോകുന്നത്. ഹൈറാർക്കിക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ വലത്തുവശത്ത് നിന്ന് ഇടതുവശത്തേക്കാണ്. അറബിയിൽ എഴുതുന്ന പോലെയാണ്. അറബി എഴുതുന്ന പോലെ വലതുവശത്ത് നിന്ന് ഇടതുവശത്തേക്കാണ് ഹൈറാർക്കിക്കൽ ഓർഡർ പോകുന്നത്. ഇത് ഹയസ്റ്റ് ഓർഡർ, അതിന് താഴെ വരുന്ന ഓർഡർ, അതിന് താഴെ വരുന്ന ഓർഡർ, അതിന് താഴെ വരുന്ന ഓർഡർ, ഇങ്ങനെയായിരിക്കും പോയേക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കാണുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ നെയിമും ഹൈറാർക്കിക്കൽ മോഡലിലായിരിക്കും പോയേക്കുന്നത്. അതല്ലാതെ ഫ്ലാറ്റ് ഡയറക്റ്റ് ഒരു പണ്ടൊക്കെ direct.com എന്നൊക്കെ പറഞ്ഞ്, കോം എന്ന് പറഞ്ഞാൽ അതൊരു ഡൊമൈനാണ്, അതിൻ്റെ താഴെ വരുന്നതാണ് വേറെ. അപ്പോൾ അങ്ങനത്തെ അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് പേര് കൊടുക്കുന്ന സിസ്റ്റവും പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതങ്ങനെ യൂസ് ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് നെയിം സ്പേസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഡൊമൈൻ നെയിം സ്പേസ് നമുക്ക് ഹൈറാർക്കിക്കലായിട്ടാണ് എപ്പോഴും കൂടുതലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഹൈറാർക്കിക്കലായിട്ട് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നാണ്. ഹൈറാർക്കിക്കൽ എന്താണെന്ന് മനസ്സിലായില്ലേ? ഈ കാണുന്ന ഹൈറാർക്കിക്കൽ ഇങ്ങനെ പേര് കൊടുക്കും. അപ്പോൾ ഹൈറാർക്കിക്കലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരു ട്രീ സ്ട്രക്ചറിലാണ് ചെയ്യുന്നത്. നിങ്ങൾ ഡാറ്റ സ്ട്രക്ചർ പഠിച്ചപ്പോൾ ട്രീ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടാവും, അന്ന് ഓർത്താണ് എന്തിനാണ് ഈ ട്രീ എന്നൊക്കെ. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഓരോരോ ആവശ്യങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞ ഡാറ്റ സ്ട്രക്ചറുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് പഠിക്കുന്നത്. അപ്പോൾ ഈ ട്രീ ഫോമിലാണ് നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യുന്നത്, ഇതിൻ്റെ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും റൂട്ടായിട്ടൊരു നോഡ് കാണും, അതിന് സബ് നോഡ് കാണും. ഇതിപ്പോൾ .com ആയിരിക്കും, ഇത് .in എന്ന് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ .gov ആയിരിക്കും. അങ്ങനെ പല സബ് ഡൊമൈൻ കാണും. ഗവൺമെൻറ്റിൻ്റെ താഴെ പലത് കാണും. അതിൻ്റെ ട്രീ വരുമ്പോഴത്തേക്കും അത് മനസ്സിലാവും. ദ നെയിംസ് ആർ ഡിഫൈൻഡ് ആസ് ഇൻവേർട്ടഡ് ട്രീ സ്ട്രക്ചർ വിത്ത് റൂട്ട് അറ്റ് ദ ടോപ്പ്. ഇതിൽ ഓരോ ലെവൽ, ഓരോന്ന് താഴോട്ട് പോകുമ്പോഴും നമുക്കറിയാം അതിന് ഓരോ ലെവൽ എന്ന് പറയും. ഇങ്ങനെ ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിൽ ഇൻ്റർനെറ്റിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഡൊമൈൻ നെയിമിൻ്റെ ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിൽ 128 ലെവലേ മാക്സിമം പറ്റത്തുള്ളൂ. 0 തൊട്ട് 127 വരെയുള്ള 128 ലെവലുകൾ പറ്റുമെന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ലെവലാണ്, ഇത് രണ്ടാമത്തെ ലെവലാണ്, ഇത് മൂന്നാമത്തെ ലെവലാണ്. അങ്ങനെ മാക്സിമം 128 ലെവലാണ് കറൻ്റ്ലി ഉപയോഗിക്കുന്നുള്ളൂ. ഈച്ച് നോഡ് ഇൻ ദ ട്രീ ഹാസ് എ ലേബൽ. ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു ലേബൽ കാണും. വിച്ച് ഈസ് എ സ്ട്രിങ് ഓഫ് മാക്സിമം 63 ക്യാരക്ടേഴ്സ്. 63 ക്യാരക്ടർ വരെ ആവാം. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലേബൽ എന്ന് പറയുന്നത് .com ആയിരിക്കും, ഇതിൻ്റെ എന്ന് പറയുന്നത് .gov എന്നായിരിക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ സാധാരണ 3 ക്യാരക്ടറേ ഉള്ളൂ, പക്ഷേ മാക്സിമം 63 വരെ ആവാം. ഈ റൂട്ടിൻ്റെ ലേബൽ എന്ന് പറയുന്നത് നൾ സ്ട്രിങ് ആണ്, അതൊരു എംപ്റ്റി സ്ട്രിങ് ആണ്, അതൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റൂട്ട് എത്തിയെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉപയോഗിക്കുന്നത്. ഇനി ഈച്ച് നോഡ് ഇൻ ദ ട്രീ ഹാസ് ഇറ്റ്സ് ഓൺ ഡൊമൈൻ നെയിം. ഓരോ ട്രീക്കും ഓരോ നോഡിനും ഓരോ ഡൊമൈൻ നെയിം ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ .com എന്നായിരിക്കും, ഇവിടെ താഴോട്ട് വരുമ്പോൾ ചിലപ്പോൾ BSNL എന്നായിരിക്കും, അതിൻ്റെ താഴെ വരുമ്പോൾ കേരള BSNL GOV എന്നായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നേക്കുന്നത്.
അത് അടുത്ത ഒരു സ്ലൈഡിൽ ആ ട്രീയുടെ സ്ട്രക്ചർ കാണിക്കുന്നുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. എ ഫുൾ ഡൊമൈൻ നെയിം ഈസ് എ സീക്വൻസ് ഓഫ് ലേബൽസ് റെഡ് ഫ്രം ദ നോഡ് അപ് ടു ദ റൂട്ട്. ഓരോ നോഡിൽ നിന്നും ഈ പറഞ്ഞ പോലെ വായിച്ച് മേളിലേക്ക് പോകുമ്പോഴാണ് അതിന് ഫുൾ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് ലേബൽ ഓഫ് ദ റൂട്ട് നോഡ് വിച്ച് മീൻസ് ദ ലാസ്റ്റ് ക്യാരക്ടർ ഈസ് എ ഡോട്ട്. അവസാനം ഒരു ഡോട്ട് ആയിരിക്കും. ആ ഡോട്ട് സാധാരണ നമ്മൾ ഇടാറില്ല, റൂട്ട് നോഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റൂട്ട് നള്ള് അല്ലെങ്കിൽ എംപ്റ്റി സ്ട്രിങ് അല്ലെങ്കിൽ ഡോട്ടാണ് ഇടുന്നത്. ഇതാണ് ഈ കാണിച്ചേക്കുന്നതാണ് ഒരു എക്സാമ്പിൾ. ഇതിൽ കണ്ടോ, ഒരു ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞാൽ ഒരു റൂട്ട് ഉണ്ടാവും. റൂട്ടിന് തൊട്ട് താഴത്തെ ലെവലിൽ ലേബൽ എന്ന് ഒരു EDU എന്ന് പറയുന്ന ഒരു ഡൊമൈൻ ഉണ്ടാവും. അപ്പം അതിനാണ് ഓരോ നോഡിനും ഓരോ ലേബൽ ഉണ്ടാവും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കണ്ടില്ലേ. ഈച്ച് ട്രീ ഹാസ് എ ലേബൽ എന്ന് പറഞ്ഞു. ആ ലേബലാണ് EDU എന്ന് പറയുന്നത്. ഇതിൻ്റെ താഴോട്ട് വരുമ്പോൾ EDU എന്ന് പറഞ്ഞാൽ അത് എഡ്യൂക്കേഷൻ ഡൊമൈൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് തൊട്ട് താഴെ ഒരു യൂണിവേഴ്സിറ്റി, ഇന്ന യൂണിവേഴ്സിറ്റി ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ടോപ്പ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിൻ്റെ ലേബൽ എന്ന് പറയുന്നത് ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ താഴോട്ട് വരുമ്പോൾ അടുത്ത ലെവലിൽ B ഡിപ്പാർട്ട്മെൻറ്റ്, ആ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പേരുണ്ടാവും. B ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ അതിപ്പം കമ്പ്യൂട്ടറും അങ്ങനെ പലതുണ്ടാവും. അത് കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാവും. ചിലപ്പോൾ ഇത്രയും ഹൈറാർക്കിക്കൽ കാണണമെന്നില്ല, ചിലപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിന് പകരം തന്നെ കമ്പ്യൂട്ടറിനായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആവാം, എഡ്യൂക്കേഷൻ ആവാം, എഡ്യൂക്കേഷൻ്റെ കീഴിൽ കമ്പ്യൂട്ടർ വരാം, അങ്ങനത്തെ ഇതാവും. അപ്പോൾ കംപ്ലീറ്റ് നെയിം എന്ന് പറയുന്നത് ഈ താഴെ തൊട്ട് മേളിലോട്ടുള്ള എല്ലാം പറയുമ്പോഴേ കംപ്ലീറ്റ് നെയിം ആകത്തുള്ളൂ. അപ്പോൾ ഇതെന്താണ്, computer.b department.top-university.edu. അപ്പോൾ ഈ റൂട്ട് ഇതിൻ്റെ ഏറ്റവും ലീഫ് നോഡിൽ നിന്ന് മേളിലേക്ക് പോയി റൂട്ട് വരെയുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായി, fully qualified domain name ആയി. fully qualified. The label is terminated by a null string. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു റൂട്ടിൽ ഒരു null string അല്ലെങ്കിൽ ഡോട്ടാണുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഏറ്റവും റൂട്ടിലെത്തി ഡോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം ആവും. ഇപ്പോൾ കുസാറ്റിൻ്റെ ഒക്കെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുസാറ്റ് കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് സെർച്ച് ചെയ്താൽ കണ്ടോ, ഇതാണ് അതിൻ്റെ അഡ്രസ്സ് വരുന്നത്. ഇപ്പം .in എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിലാണെന്നാണ്, AC എന്ന് പറഞ്ഞാൽ AICTക്ക് കീഴിലാണെന്നാണ്, കുസാറ്റ് എന്ന് പറഞ്ഞാൽ AICTക്ക് കീഴിൽ കുസാറ്റ് എന്ന് പറയുന്ന ഡൊമൈനിലാണ്, അതിൽ CS എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇതാണ് ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ. അപ്പോൾ ഇതിൽ ഒരു റൂട്ട് നോഡ് കാണും, റൂട്ടിന് തൊട്ട് താഴെ IN എന്ന് പറയുന്ന ഒരു നോഡ് കാണും, അതിന് താഴെ AC എന്ന് പറയുന്ന ഒരു നോഡ് കാണും, അതിന് താഴെ കുസാറ്റ് എന്ന് പറയുന്ന ഒരു നോഡ് കാണും, അതിന് താഴെ CS എന്ന് പറയുന്ന ഒരു നോഡ് കാണും. ഇങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ IN, AC, കുസാറ്റ്, CS അങ്ങനെ ആയിരിക്കും. CS അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ തിരിച്ച് ഇവിടുന്ന് മേളിലോട്ട് വേണം വായിക്കാൻ. cs.kusat.ac.in എന്ന് പറയുമ്പോൾ ഫുള്ളി ക്വാളിഫൈഡ് നെയിമായി. അതാണ് ഈ എക്സാമ്പിളിൽ കാണിച്ചേക്കുന്നത്. department.top-university.edu എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതൊരു എക്സാമ്പിളാണ്. ഇനി ലേബൽ ഒരു നൾ ക്യാരക്ടർ നൾ സ്ട്രിങ് വെച്ച് ടെർമിനേറ്റ് ചെയ്യുന്നില്ല, ഒരു പാർട്ട് മാത്രമേ നമ്മൾ പറയുന്നുള്ളെങ്കിൽ B ഡിപ്പാർട്ട്മെന്റ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ അതിന് പാർഷ്യലി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം എന്ന് പറയും. പാർഷ്യലി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം, അതായത് നമ്മൾ ചിലപ്പോൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഗൂഗിളിൽ നിന്ന് മാത്രമായിരിക്കും സെർച്ച് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഗൂഗിളിൽ നിന്ന് മാത്രം സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ അതൊരു പാർഷ്യലി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം ആയിരിക്കും. പിന്നെ സൈറ്റ് ആക്സസ് ചെയ്യാൻ നേരത്ത് ആ ഗൂഗിളിൽ നമ്മൾ ഈ ഹൈറാർക്കി അനുസരിച്ച് എങ്ങനെ വരുമെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത്രയും നേരം പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഡൊമൈൻ നെയിം സിസ്റ്റത്തിൽ ഡൊമൈൻ നെയിം സിസ്റ്റം ഈസ് എ സബ് ട്രീ ഓഫ് ദ ഡൊമൈൻ. അപ്പോൾ നമുക്കറിയാം നമ്മൾ റൂട്ട് നോഡ് കാണും, അതിന് താഴെ പല ഡൊമൈൻ .com എന്ന് പറഞ്ഞ് .edu എന്ന് പറഞ്ഞ് .us എന്നൊക്കെ പറഞ്ഞ് പല ഡൊമൈൻ കാണും. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു 128 ലെവൽ വരെ ഉണ്ടാവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 128 വരെ ലെവൽ വരെ ഉണ്ടാവാന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒരു കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇപ്പം IN എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ US എന്ന് പറഞ്ഞാൽ USA അമേരിക്കയിലുള്ളതാണെന്നാണ്. അതുപോലെ IN എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിലുള്ളതാണെന്നായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ IN എന്നുള്ളത് ഇവന്മാർ ഇന്ത്യയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. എല്ലാം കൂടെ ഫുൾ ട്രീ എന്ന് പറഞ്ഞാൽ വലിയൊരു ട്രീ ആയി പോകും. ഫുൾ ഡൊമൈനും ഉള്ള ലോകത്തിലുള്ള അത്രയും സൈറ്റിൻ്റെ പേരുകളും കൂടെ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ അത് ഭയങ്കര ഒരു ക്യൂബർസമായി പോകുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിനെ ചെറിയ പാർട്സ് ആക്കിയിട്ട് ഓരോ പാർട്സ് ഓരോ സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ആ ഓരോ സബ് ട്രീ നമുക്കറിയാം, ഒരു സബ് ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഒരു പാർട്ട് എടുത്തിട്ട് അതിൻ്റെ താഴോട്ടുള്ള എല്ലാം കൂടെ എടുക്കുകയാണെങ്കിൽ അതിനാണ് സബ് ട്രീ എന്ന് പറയുന്നത്.
ഡൊമൈൻ ഈസ് എ സബ് ട്രീ ഓഫ് ഡൊമൈൻ നെയിം സ്പേസ്. ഡൊമൈൻ നെയിം സ്പേസ് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം കൂടെ ഉള്ള ട്രീക്കാണ് ഡൊമൈൻ നെയിം സ്പേസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഓരോ സബ് ട്രീ മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് ഡൊമൈൻ എന്ന് പറയും. ഫോർ എഫിഷ്യൻസി ഡൊമൈൻസ് ആർ സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ് കോൾഡ് ഡൊമൈൻ സെർവേഴ്സ്. ഡിഫറെൻറ്റ് പ്ലേസസ് ആണ്, അതായത് ഇന്ത്യയിലുണ്ടാവും, അമേരിക്കയിലുണ്ടാവും, പല സ്ഥലത്തുണ്ടാവും. അതിന് ഡൊമൈൻ സെർവേഴ്സ് എന്ന് പറയും. Since the complete domain hierarchy can't be stored on a single server, it is divided among different servers. Each one is said to have an authority of a zone. അപ്പോൾ ഇന്ത്യയിൽ ഒരു സോൺ ഉണ്ടാവും, അമേരിക്കയിൽ ഒരു സോൺ ഉണ്ടാവും, പാകിസ്ഥാനിൽ ഒരു സോൺ ഉണ്ടാവും, അഫ്ഗാനിസ്ഥാനിൽ ഒരു സോൺ ഉണ്ടാവും, ജപ്പാനിൽ ഒരു സോൺ ഉണ്ടാവും. അങ്ങനെ പല പല സോണുകളായിട്ടായിരിക്കും സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. The root server is a server whose zone consists of the entire tree. Root server എന്ന് പറഞ്ഞൊരു സെർവർ കാണും, അതിൽ entire ട്രീയുടെ സ്ട്രക്ചറും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ആ എൻറ്റയർ ട്രീയുടെ സ്ട്രക്ചർ സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഓരോരുത്തർക്കും ആക്സസ് ചെയ്യണമെങ്കിൽ സമയം എടുക്കുന്നത് കൊണ്ട് ഓരോ ലൊക്കേഷൻ അനുസരിച്ച് ഓരോ സോണുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഡൊമൈൻ നെയിം സിസ്റ്റത്തിൽ രണ്ട് രീതിയിൽ ഡൊമൈൻ നെയിം സിസ്റ്റങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പല സോണുകളായിട്ട് ഡിവൈഡ് ചെയ്ത് പലതായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ തന്നെ പിന്നെയും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പ്രൈമറി സെക്കൻഡറി എന്നും പറഞ്ഞ് ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും. പ്രൈമറി എന്ന് പറഞ്ഞാൽ ഏറ്റവും മെയിൻ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡൊമൈൻ നെയിം സിസ്റ്റത്തിൻ്റെ പേര് മാറ്റി ഞാൻ ഒരു പുതിയൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. വെബ്സൈറ്റിൻ്റെ പേര് ദാക്ഷായണി ബിസ്ക്കറ്റ്സ് എന്ന് ഇടാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കുക. ദാക്ഷായണി ബിസ്ക്കറ്റ്സ് എന്ന് പേരിട്ട് ഞാൻ സെർവർ റെഡിയാക്കി. ആ സെർവർ റെഡിയാക്കി കുറച്ചാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ദാക്ഷായണി ബിസ്ക്കറ്റിന് പേരിട്ട് ആരെങ്കിലും ബിസ്ക്കറ്റ് മേടിക്കുമോ, എന്നാൽ ഒന്ന് പേര് മാറ്റിയേക്കാം, അപ്പം നല്ലൊരു അടിപൊളി പേരിടാമെന്നും പറഞ്ഞ് ഞാൻ വേറെ പുതിയൊരു പേരിട്ടെന്ന് വിചാരിക്കുക. അപ്പോഴത്തേക്കും എന്തായി, ആ IP അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേര് മാറ്റണം. IP അഡ്രസ്സ് മാറുന്നില്ല, കാരണം IP അഡ്രസ്സ് സെർവറിൽ ഞാൻ മേടിച്ചേക്കുന്നതാണ്. അതിൻ്റെ പേര് മാത്രമേ, സൈറ്റിൻ്റെ പേര് അല്ലെങ്കിൽ ഡൊമൈൻ നെയിം മാത്രമേ ഞാൻ മാറ്റുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എവിടെയെല്ലാം ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടോ, എൻ്റെ പേര് ദാക്ഷായണി ബിസ്ക്കറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു IP അഡ്രസ്സിന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടോ, ആ അഡ്രസ്സ് എല്ലായിടത്തും അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അത് ശരിക്കും പ്രൈമറി ആദ്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന, അതായത് മെയിൻ ആയിട്ടുള്ള ഒരു രജിസ്റ്റർ ഉണ്ടാവും, അതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രജിസ്റ്റർ. അതായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ്. എന്നിട്ട് അതിൻ്റെ കോപ്പിയാണ് മറ്റുള്ള സ്ഥലത്തുകളിലേക്കെല്ലാം കൊടുത്തു വിടുന്നത്. അപ്പോൾ ആദ്യം എവിടെയാണോ നിങ്ങളുടെ ട്യൂട്ടറുടെ കയ്യിൽ ഒരു മെയിൻ റോൾ കാണത്തില്ല. നിങ്ങൾ ഒരാളുടെ പേര് പോയി, ഒരാൾ നിങ്ങളിൽ നിന്ന് ഒരു സെമിസ്റ്റർ ബ്രേക്ക് ചെയ്ത് പോവോ അല്ലെങ്കിൽ നിർത്തി പോവോ ചെയ്താൽ എന്ത് ചെയ്യും? ട്യൂട്ടറാണ് ആദ്യം അയാളുടെ പേര് വെട്ടുന്നത്. ട്യൂട്ടർ അയാളുടെ പേര് വെട്ടിയിട്ട് എന്ത് ചെയ്യും? ട്യൂട്ടർ പിന്നെ പഠിപ്പിക്കുന്ന ഓരോരുത്തർക്കും പുതിയ റോൾ നമ്പർ കൊടുക്കും. പുതിയ സെമിസ്റ്റർ വരുമ്പോൾ പഠിപ്പിക്കുന്ന എല്ലാവർക്കും ട്യൂട്ടർ നിങ്ങളുടെ പുതിയ റോൾ നമ്പർ കൊടുക്കും. അപ്പോൾ ട്യൂട്ടറുടെയിൽ ഇരിക്കുന്നതാണ് പ്രൈമറി സിസ്റ്റം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഇപ്പം നിങ്ങളുടെ ഹാദിയ മിസ് എനിക്കൊരു കോപ്പി തരുവാണെങ്കിൽ അതിന് സെക്കൻഡറി കോപ്പി എന്ന് പറയും. അപ്പോൾ ഹാദിയ മിസ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ കോപ്പി എനിക്ക് തന്നുവിടുകയാണ്, അതാണ് സെക്കൻഡറി. അപ്പോൾ DNS defines two types of servers, primary and secondary. Primary server that stores a file about the zone from which it is an authority. അതാണ് മെയിൻ. അതിലുള്ളതാണ് എന്തായാലും ശരി. And is responsible for creating, maintaining and updating the zone. അപ്പോൾ ട്യൂട്ടറിലാണ് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ പേരും അവരുടെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളും എല്ലാം ഉള്ളത്. എ സെക്കൻഡറി സെർവർ ഈസ് ദ സെർവർ ദാറ്റ് ട്രാൻസ്ഫേഴ്സ് ദ കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ സോൺ ഫ്രം അനദർ സെർവർ. വേറൊരിടത്തിൽ നിന്ന് ഇപ്പം ഞാൻ അതിൻ്റെ ഒരു കോപ്പി മേടിച്ച് വെക്കുകയാണെങ്കിൽ അത് ഞാൻ സെക്കൻഡറി സെർവറാണ്. ഇപ്പം ഞാൻ ഇന്റേൺ പിന്നെ വേറൊരാൾക്ക് കൊടുക്കാം. അപ്പോൾ എന്നോട് വന്നിട്ട് ജ്യോതി ടീച്ചർ ചോദിച്ചു S6 ലിസ്റ്റ് കൈകൊണ്ട് ഒരെണ്ണം താന്ന് പറഞ്ഞാൽ എനിക്കും വേണമെങ്കിൽ എടുത്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഓൾറെഡി ഒരു സെക്കൻഡറി ആണ്. ആ സെക്കൻഡറി ആണ് പിന്നെ വേറൊരാൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ജ്യോതി ടീച്ചറും സെക്കൻഡറി തന്നെയാണ്. അല്ലെങ്കിൽ ജ്യോതി ടീച്ചറിന് നേരിട്ട് പോയിട്ട് ആദ്യാംശൻ്റെ കയ്യിൽ നിന്ന് വേണമെങ്കിലും മേടിക്കാം. അപ്പോൾ പ്രൈമറിയുടെ കയ്യിൽ നിന്ന്, അതാണ് പറഞ്ഞേക്കുന്നത്, ഫ്രം അനദർ സെർവർ. അപ്പോൾ ഒരാൾക്ക് വേറൊരാളുടെ കയ്യിൽ നിന്ന് മേടിക്കാം, അത് പ്രൈമറിയുടെ കയ്യിൽ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി മേടിച്ചേക്കുന്ന ഒരു സെക്കൻഡറിയുടെ കയ്യിൽ നിന്ന് മേടിക്കാം. And stores all the file on its local disk. The secondary server neither creates nor updates on file. നിങ്ങൾ ഒരാൾ പോയെന്നും പറഞ്ഞ്, നിങ്ങൾ ഒരാൾ ഒരു ദിവസം ഒരു ക്ലാസ്സിൽ വന്നിട്ടില്ല എന്നും പറഞ്ഞ് ഒരിക്കലും ഞാൻ ആ പേര് ഡിലീറ്റ് ചെയ്ത് കളയത്തില്ല. നിങ്ങൾ അതോറിറ്റേറ്റീവ് ആയിട്ട് പോയിട്ടുണ്ടെന്ന് ട്യൂട്ടർക്ക് ബോധ്യപ്പെട്ടാൽ ട്യൂട്ടർ ഡിലീറ്റ് ചെയ്തിട്ട് എന്നെ അറിയിക്കത്തേ ഉള്ളൂ. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇനി DNSൻ്റെ ഇന്റർനെറ്റിൽ ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഒന്ന് ജനറിക് ഡൊമൈൻസും, രണ്ടാമത്തേത് കൺട്രി ഡൊമൈൻസും. ജനറിക് ഡൊമൈൻസും കൺട്രി ഡൊമൈൻസ്. ജനറിക് എന്ന് പറയുന്നതാണ് .com അല്ലെങ്കിൽ .gov എന്നൊക്കെ പറയുന്നത്. കൺട്രി ഡൊമൈൻസ് എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞ .in. ഇപ്പോൾ കുസാറ്റിൻ്റെ വെബ്സൈറ്റ് നമ്മൾ കണ്ടപ്പോൾ kusaat.ac.in എന്നാണ്. അതിൽ IN എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡൊമൈനാണ്. അപ്പോൾ കൺട്രി സ്പെസിഫിക് ആയിട്ടുള്ള ഡൊമൈനാണ്.
പിന്നെ നേരത്തെ ഇൻവേഴ്സ് ഡൊമെയിൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ഞാനും അത് ഇപ്പോഴാണ് ഈ ടെക്സ്റ്റ് വായിച്ചപ്പോഴാണ് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ അതിനെപ്പറ്റി വായിച്ചു നോക്കിയപ്പോൾ പറഞ്ഞത് അത് പണ്ട് യൂസ് ചെയ്തിരുന്നത്, അതായത് സാധാരണ നമ്മൾ ഒരു ഡൊമെയിൻ നെയിമിൽ നിന്ന് ഒരു പേരിൽ നിന്ന് ഒരു IP അഡ്രസ്സിലേക്ക് കണ്ടുപിടിക്കാനായിട്ടാണ് സാധാരണ എപ്പോഴും നമ്മൾ പോകുന്നത്. അങ്ങനെ കണ്ടുപിടിച്ചാൽ അത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഒരു റിവേഴ്സ് ടെസ്റ്റ് നടക്കും. അതായത് ആ IP അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൊമെയിൻ നെയിം ഇത് തന്നെയാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനാണ് ഈ ഇൻവേഴ്സ് ഡൊമെയിൻ സിസ്റ്റം എന്ന് പറയുന്നതെന്നാണ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്. പക്ഷേ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ടെക്സ്റ്റിലും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുമില്ല. നിങ്ങൾ ഈ ജനറിക് ഡൊമെയിൻസും കൺട്രി ഡൊമെയിൻസും ഉണ്ടെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ഇൻവേഴ്സ് ഡൊമെയിൻസ് എന്ന് പറഞ്ഞ് പണ്ടൊരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ബട്ട് ഇൻവേഴ്സ് ഡൊമെയിൻ നെയിം ഡസ് നോട്ട് എക്സിസ്റ്റ് ഡ്യൂ ടു ഗ്രോത്ത് ഓഫ് ഇന്റർനെറ്റ്. അത് ഇപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അത് തിരിച്ചും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, ഒത്തിരി സമയം എടുക്കുന്നതുകൊണ്ടായിരിക്കും വേണ്ടെന്ന് വെച്ചത്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കുക. ജനറിക് ഡൊമെയിൻ നെയിം എന്ന് പറയുന്നത് സാധാരണ ഇപ്പം നിലവിൽ 14 എണ്ണമാണ് ഉള്ളത്. 14 എണ്ണം എന്ന് പറയുന്നത് ഈ കാണുന്നതൊക്കെയാണ് 14 ഡൊമെയിൻ ഉള്ളത്. കുറേ എണ്ണമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. .org എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഉണ്ടാവും. ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഷൻ .org എന്നായിരിക്കും. ഇനി .gov നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഗവൺമെൻറ്റിൻ്റെ സൈറ്റിലൊക്കെ .gov.in എന്ന് പറഞ്ഞായിരിക്കും ഗവൺമെൻറ്. എഡ്യൂക്കേഷൻ സൈറ്റാണ് EDU എന്ന് പറഞ്ഞായിരിക്കും. എയറോനോട്ടിക്കൽ, മിലിറ്ററി ആണെങ്കിലും മ്യൂസിയത്തിൻ്റെ ആണെങ്കിൽ മ്യൂസിയം, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള പേരുകളായിരിക്കും കൊടുത്തേക്കുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞില്ല, നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു പേരുകൾ 63 ക്യാരക്ടേഴ്സ് വരെ ആവാം. പക്ഷെ സാധാരണ 3 നില. ഇതിപ്പോൾ ഏറ്റവും നീളം കൂടിയത് മ്യൂസിയമാണ്. 1 2 3 4 5 6. അപ്പോൾ 6 ക്യാരക്ടറെ അതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. 63 ക്യാരക്ടർ വരെ ആവാം. നമ്മൾ ഈ ടോപ്പ് ലെവൽ ഡൊമൈനിലൊക്കെ എപ്പോഴും നമ്മൾ ചെറിയ ചെറിയ പേരുകളായിരിക്കും കൊടുക്കുന്നത്. വലുതിലേക്ക് പോകുമ്പോൾ ഇപ്പം നമ്മൾ കുറച്ചും കൂടെ പോകുമ്പോഴത്തേക്കും താഴോട്ട് പോകുമ്പോൾ facebook.com എന്ന് പറയുന്ന 3 ക്യാരക്ടറേ ഉള്ളൂ. പക്ഷേ ഫേസ്ബുക്കിൻ്റെ എണ്ണം കൂടിയില്ലേ. ആ ഫേസ്ബുക്ക് എന്ന് പറയുന്ന എണ്ണം ഓരോ ലെവലിലും, അതായത് 2 ഡോട്ടിനിടയ്ക്ക് kusat.ac.in എന്ന് പറഞ്ഞാൽ കുസാറ്റ്, ആ കുസാറ്റിൻ്റെ ലെങ്ത് മാക്സിമം 63 വരെ ആവാമെന്നാണ് നമ്മൾ അവിടെ വെച്ച് പറഞ്ഞത്. അപ്പോൾ 14 ജനറിക് ഡൊമൈനുകൾ മെയിൻലി 14 എണ്ണം ഉണ്ട്. ആ 14 എണ്ണം ഇതാണ്. പേര് ഓർത്തിരിക്കണം എന്നില്ല, എന്നാലും കുറേ എണ്ണം ഒരു എക്സാമ്പിൾ എങ്കിലും ഓർത്തിരിക്കാൻ വേണ്ടി എഴുതി വെക്കുക, എളുപ്പമാണ്. .com, .edu, .gov, .org, .net എന്നൊക്കെ പറഞ്ഞുള്ള കുറേ എണ്ണം, ഒരു 5-6 എണ്ണമെങ്കിലും നമുക്ക് അറിയാവുന്നതാണ്, ഓർത്ത് വെക്കുക. അപ്പോൾ ഡൊമൈൻ നെയിം ഉണ്ട്, 14 എണ്ണം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും റൂട്ടിൽ നിന്ന് ഡൊമൈൻ നെയിം 14 എണ്ണങ്ങളുണ്ടെങ്കിൽ 14 എണ്ണം അതിൻ്റെ തൊട്ട് താഴത്തെ ലെവലിൽ വരുന്ന ഈ 14 എണ്ണം വരും. 14 പിന്നെ എഡ്യൂക്കേഷൻ്റെ കീഴിൽ വീണ്ടും വരും. നമ്മൾ കണ്ടു .gov.in എന്ന് പറയുന്നതിൻ്റെ താഴെ GOV വരും. അത് പല രീതിയിൽ അതിൻ്റെ ഓർഗനൈസേഷൻ വരും. നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇവിടെ ഭയങ്കര മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 14 ഈ റൂട്ട് ലെവലിൻ്റെ താഴെ ഈ 14 മാത്രമല്ല ഉള്ള. ജനറിക്കിൽ 14 എണ്ണം ഉണ്ട്. അതല്ലാതെ കൺട്രി സ്പെസിഫിക് ആയിട്ട് ഇന്ത്യ, US എന്നൊക്കെ പറഞ്ഞ് വേറെ ഉണ്ട്. അതുകൊണ്ട് ജനറിക്ക് മാത്രമേ ഇത് കാണിച്ചിട്ടുള്ളതേ ഉള്ളൂ. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കൺട്രിക്ക് താഴെയും ഈ ലെവൽ വരാം. ഇങ്ങനെ മാത്രമല്ല, ഇപ്പം ഇന്ത്യയിൽ തന്നെ ഗവൺമെൻറ്, ഇന്ത്യയുടെ കീഴിൽ ഡൊമൈന് വരാം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ 14 ജനറിക് ആയിട്ട് ഡൊമൈൻ ഉണ്ട്. കൺട്രി എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ഉണ്ട്. ലോകത്തിൽ എത്ര കൺട്രി ഉണ്ടെന്നുള്ളത് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ആ 200 ചില്ലുവാനെങ്ങാണ്ടല്ലേ ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അപ്പോൾ അത്രയും കൺട്രീസ് ഉണ്ടെങ്കിൽ ആ ഓരോ കൺട്രിക്കും കറസ്പോണ്ടിങ് ആയിട്ടൊരു എക്സ്റ്റൻഷൻ കാണും. ഇതിപ്പം കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ FR ഫ്രാൻസിന് കറസ്പോണ്ടിങ് ആയിട്ട്, US-ന് ഇതന്നെ IZW സിംബാബ്വെ ആയിരിക്കും, ഏതോ കൺട്രിയുടെയൊക്കെ ഉണ്ട്. ഇന്ത്യക്കാണെങ്കിൽ IN ആണ് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ കൺട്രി ലെവൽ ഡൊമൈൻസും ഉണ്ട്. സെക്കൻഡ് ലെവൽസ് ക്യാൻ ബി ഓർഗനൈസേഷൻ. ഇതിന് താഴെ ഇപ്പോൾ IN എന്ന് പറഞ്ഞാൽ IN-ന് തൊട്ട് താഴെ .co എന്ന് പറയുന്നതും വരാം. അപ്പോൾ ഒരു കമ്പനിയാണ് എന്നുള്ളതുണ്ടെങ്കിൽ .co എന്ന് പറയാം. ഇനി ഇവിടെ കണ്ടോ, ഇവിടെ കണ്ടു കഴിഞ്ഞാൽ US എന്ന് പറയുന്ന ഒരു ഇതാണ്. US-ന് കീഴിൽ CA ആണ് എന്ന് പറഞ്ഞാൽ കാനഡ. US-ൽ കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് കീഴിൽ കാനഡ എന്ന് പറയുന്ന ഡൊമൈന് വരും. അപ്പോൾ US എന്ന് പറയുന്നത് കൺട്രി ഡൊമൈനാണ്. അതിൻ്റെ താഴെ സെക്കൻഡറി ലേബൽസും വേറെ ഉണ്ട്. ആ രീതിയിലും വരാം. അപ്പോൾ അത് ട്രീയിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഇങ്ങനെയായിരിക്കും. റൂട്ട് ലെവൽ ഉണ്ടാവും. റൂട്ടിൽ നിന്ന് US എന്ന് പറയുന്ന ഒരു ലെവൽ ഉണ്ടാവും. US-ന് താഴെ CA ഉണ്ടാവും. CAക്ക് താഴെ UCA എന്ന് പറയുന്ന വേറെ എന്തെങ്കിലും ഒരു സാധനമായിരിക്കും, അല്ലെങ്കിൽ വേറെ ഒരു അവിടുത്തെ ഒരു ഓർഗനൈസേഷനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആയിരിക്കും ലെവൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഈ ലെവലിലായിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ UCI.ca.US എന്നായിരിക്കും അതിൻ്റെ ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം വരുന്നത്. ഇനി ഡൊമൈൻ നെയിം റിസോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. മാപ്പിംഗ് എ നെയിം ടു ആൻ അഡ്രസ് ഈസ് കോൾഡ് നെയിം റെസൊല്യൂഷൻ. ഒരു നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സ് കണ്ടുപിടിക്കുന്നതിനാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്.
host that needs to map an address to the name or a name to an address is called എന്താ പറഞ്ഞു ഡൊമൈൻ നെയിം സിസ്റ്റം കേട്ടില്ല അപ്പോൾ അങ്ങനെ മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കുന്നവർക്ക് ഡൊമൈൻ നെയിം ക്ലയന്റ് ഓർ റിസോൾവർ എന്ന് പറയും. അതാണ് ഡൊമൈൻ നെയിം ക്ലയന്റ് ഉണ്ടെന്ന് പറഞ്ഞത്. ഡൊമൈൻ നെയിം ക്ലയന്റ് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ ഉള്ളതാണ്. നമ്മുടെ സിസ്റ്റം മറ്റൊരുത്തിനോട് ചോദിക്കുകയാണ്, എനിക്ക് ഇത് ഈ അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഒന്ന് പറഞ്ഞു തരാമോ, അല്ല ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കൊച്ചിൻ്റെ പേര് എടുത്തിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പം ആരുടെയാണ് റിസുവിൻ്റെ നമ്പർ എടുത്തിട്ട് ഞാൻ ഹാദിയ മിസ്സിനോട് ചോദിക്കുകയാണ്, എനിക്ക് ഇയാളുടെ രജിസ്റ്റർ നമ്പർ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനാണ് ക്ലയൻറ്റ്, DNS സെർവർ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ് ട്യൂട്ടർ ഹാദിയ മിസ്സുമാണ്. അപ്പോൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഞാനൊരു കുറി അങ്ങോട്ട് കൊടുക്കും, എനിക്ക് ഇന്ന ആളുടെ രജിസ്റ്റർ നമ്പർ വേണം. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യും, ടീച്ചറുടെ കയ്യിലുള്ള രജിസ്റ്റർ നോക്കിയിട്ട് എനിക്ക് തിരിച്ചെന്ത് തരും, എനിക്കൊരു റെസ്പോൺസ് തരും. എനിക്കൊരു റെസ്പോൺസ് തന്നിട്ട് പറയും ഓക്കെ റിസുവിൻ്റെ രജിസ്റ്റർ നമ്പർ ഇന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ റിസുവിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുള്ള ഒരു രജിസ്റ്ററിൽ എഴുതി വെക്കും. കാരണം എപ്പോഴും ഹാദിയ മിസ്സിനോട് പോയിട്ട് ചോദിച്ചാൽ ഹാദിയ മിസ് ഒന്നാമത് അരിശക്കാരിയാണ്. എപ്പോഴും ചെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ ഇത് എഴുതി വെക്കാൻ മേലെ എന്ന് ചോദിക്കുക, അരിശപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ അത് എൻ്റെ കയ്യിലുള്ള ഒരു സെർവറിൽ ഒരു കോപ്പി എടുത്തു വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, പിന്നെ എൻ്റെ ആവശ്യങ്ങളൊക്കെ നടത്തും. അങ്ങനെയാണ് നടക്കുന്നത്. അങ്ങനെയാണ് റെസൊല്യൂഷൻ നടക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ആഫ്റ്റർ റെസൊല്യൂഷൻ റിസീവ്സ് ദ മാപ്പിംഗ് ഇറ്റ് ഇന്റർപ്രറ്റ്സ് ദ റെസ്പോൺസ് സി ഇഫ് ഇറ്റ് ഇസ് എ റിയൽ റെസ്പോൺസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ ക്ലയൻറ്റിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ആദ്യ മിസ് എന്നോട് പറഞ്ഞിരുന്നത് ഞാൻ അപ്പാടെ വെള്ളം തൊടാതെ വിഴുങ്ങത്തില്ല, ഞാനൊന്ന് സംശയിക്കും, എനിക്ക് ഇത് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചില മാർഗ്ഗങ്ങൾ ഞാനും കണ്ടുപിടിക്കുക. അത് എന്തൊക്കെ മാർഗ്ഗങ്ങളാണെന്ന് നമുക്ക് പഠിക്കാനില്ല. എന്നിരുന്നാലും ഈ തന്നേക്കുന്ന സാധനം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ ഡൊമൈൻ നെയിം സെർവർ തന്നെ ഇമ്മാതിരി വൈറസ് അറ്റാക്ക് ചെയ്തിട്ട് വേറെ സാധനം എടുത്ത് വെക്കും. അപ്പം ഞാൻ facebook.com എന്ന് അടിക്കുമ്പോൾ ഫേസ്ബുക്കിൻ്റെ അഡ്രസ്സിന് പകരം എനിക്ക് IP അഡ്രസ്സിന് പകരം എനിക്ക് വേറൊരു IP അഡ്രസ്സാണ് വരുന്നതെന്ന് വിചാരിക്കും, വേറൊരു. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ facebook.com എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ വേറൊരു സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ എന്നെ പറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലും ചില പൊടിക്കൈകളൊക്കെ എൻ്റെ കയ്യിലും ഉണ്ടാവും, ഞാനും അത് നോക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി റെസൊല്യൂഷൻ നടക്കുന്നത് രണ്ട് രീതിയിൽ നടക്കാം. ഒന്ന് റിക്കർസീവ് റെസൊല്യൂഷനും രണ്ടാമത് ഇറ്ററേറ്റീവ് റെസൊല്യൂഷനും ഉണ്ട്. റിക്കർസീവ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഓരോ തവണ ഇപ്പം ഞാൻ എന്ന് പറയുന്ന ക്ലയൻ്റാണ്, ഇപ്പം ഞാൻ ഈ FHDA.edu എന്ന് പറയുന്ന ഒരു സൈറ്റാണ്, എൻ്റെ സൈറ്റാണത്. എനിക്ക് എന്ത് വേണം, എനിക്ക് qs10.com എന്ന് പറയുന്ന ഒരു സൈറ്റിൻ്റെ IP അഡ്രസ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, സിനാരിയോ ക്ലിയർ ആണല്ലോ. ഞാനെന്ന് പറയുന്ന ആളാണ്, ഇതിൻ്റെ IP അഡ്രസ്സ് അല്ല എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഞാനൊരു സൈറ്റാണ്, ഞാൻ തന്നെ ഓൾറെഡി ഒരു സൈറ്റാണ്. എനിക്ക് എന്ത് കണ്ടുപിടിക്കണം, qs10.com എന്ന് പറയുന്നതിൻ്റെ IP അഡ്രസ്സ് കണ്ടുപിടിക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ FHDA.edu എന്ന് പറയുന്ന സൈറ്റ് അല്ലേ, എഡ്യൂക്കേഷൻ സൈറ്റാണ്. അപ്പോൾ EDUവിൻ്റെ ഡൊമൈൻ സേവ് ചെയ്തേക്കുന്ന എൻ്റെ മേളിലുള്ള അല്ലെ എൻ്റെ പേരൻ്റായിട്ടുള്ള ഒരു നോഡ് കാണും. ആ നോഡിനോട് പോയിട്ട് ചോദിക്കും, മോനെ ഈ qs10.comൻ്റെ IP അഡ്രസ്സ് അറിയാമോ എന്ന് ചോദിക്കും. അപ്പോൾ അവൻ എന്ത് പറയും, എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ പേരൻറ്റിനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞാൽ അവൻ നേരെ റൂട്ടിൻ്റെ അടുത്ത് ചെല്ലും. റൂട്ടിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ റൂട്ട് എന്ത് പറയും, ഓക്കെ ഞാൻ .com അല്ല വേണ്ടിയത്, .com വേണ്ടിയെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, കോമിൻ്റെ ഡൊമൈനിലേക്ക് നിന്നെ വിടാമെന്ന് പറയും. അപ്പോൾ അവൻ്റെ കീഴിലുള്ള കോമിൻ്റെ ഡൊമൈനിലേക്ക് റിക്വസ്റ്റ് പോകും. അങ്ങനെ കോമിൻ്റെ ഡൊമൈനിലേക്ക് റിക്വസ്റ്റ് പോയി കഴിഞ്ഞ് കോം എന്ത് പറയും, ഓക്കെ നിനക്ക് qs10 ആണ് വേണ്ടിയത് അല്ലേ, അപ്പോൾ qs10 ഇന്ന ലീഫിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, qs10ലേക്ക് പൊക്കോളാൻ പറയും. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് അവൻ്റെ IP അഡ്രസ്സ് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും, ഈ IP അഡ്രസ്സ് നേരെ തിരിച്ചിങ്ങനെ ഇങ്ങനെ വന്ന് വീണ്ടും എൻ്റെ അടുത്ത് എത്തും. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി, qs10.comൻ്റെ IP അഡ്രസ്സ് ഞാൻ ഈ പറഞ്ഞേക്കുന്നതാണെന്ന് മനസ്സിലായി. ഇതാണ് റിക്കർസീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. റിക്കർസീവ് റെസൊല്യൂഷൻ ഇതിൻ്റെ സ്റ്റെപ്പ് ഞാൻ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിൽ ഇട്ടിട്ടില്ല. ഇതിൻ്റെ സ്റ്റെപ്പ് ഇതാ ഈ കാണുന്നതാണ്. നിങ്ങൾ വീഡിയോ ആണെങ്കിൽ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ഭാഗം ഒന്ന് വായിച്ച് നോക്കിക്കൊള്ളുക. എൻ്റെ നോട്ടായിട്ട് എഴുതുന്നത് റിക്കർസീവ് റെസൊല്യൂഷൻ എന്താണെന്ന് ചോദിക്കുകയാണ്, അതിൻ്റെ ഫിഗറാണ് ഇത്. വേറൊരു എക്സാമ്പിളാണ് ഇവിടെ തന്നേക്കുന്നത്. ഇതിൽ മനസ്സിലാക്കാൻ എളുപ്പം മറ്റൊന്നായതുകൊണ്ടാണ് ഞാൻ തന്നേക്കുന്നത്. അപ്പോൾ DNSANet.com എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. എനിക്ക് DNSMcGraw-Hill.com എന്ന് പറയുന്ന സൈറ്റിൻ്റെ IP അഡ്രസ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ഇവിടുന്ന് നേരെ പോകും, റൂട്ടിനോടി പോകും. റൂട്ടിനോടിൽ നിന്ന് .com എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് കോമിലേക്ക് പോകും. കോമിൻ്റെ കീഴിൽ McGraw-Hill.com കാണും. അപ്പോൾ അവിടുന്ന് വന്ന് IP അഡ്രസ്സ് കണ്ടുപിടിച്ച് തിരിച്ചു വരും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോട്ട് ഈ എഴുതിയേക്കുന്നതാണ്, ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കിക്കോളാം. അപ്പോൾ അതാണ് റിക്കർസീവ് റെസൊല്യൂഷൻ. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?